ബാത്റൂമിന്റെ അവസ്ഥ പരിതാപകരമാണ്. എവിടെ ഒരു ടെന്റ് അടിക്കാനുള്ള സ്പോട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് തപ്പാൻ വന്നതായിരുന്നു. അവിടെ ഇരുന്ന് തിന്നലല്ലോ കേട്ടോ കൊരങ്ങന്മാരെ മാതിരി. നമുക്ക് എടുക്കാൻ അറിയില്ല. നല്ല അടിപൊളി വൃത്തിയുള്ള ഏരിയ. ഇവിടെ ആപ്രിക്കോട്ട് പറിക്കണോ കണ്ടൊക്കെ. അല്ലാ, ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റാണ്. നമ്മളെ റൂട്ട് മാപ്പാണ്. നമ്മൾ എവിടെയാണോ ക്ഷീണം വരുന്നത്, ഉറങ്ങാൻ തോന്നുന്നത്, അവിടെ കിടക്കും. ഇവിടെ കൊടുന്നു പാർട്ടിക്കുള്ള ലൈറ്റാണ്. നല്ല അടിപൊളി ഗോൾഡൻ കളറിൽ ഇങ്ങനെ വെയിലിങ്ങനെ ഉദിച്ച് 15 മിനിറ്റുള്ള ഇരുട്ടാവാന്. അപ്പോത്തിന് നമുക്ക് എവിടെ ഒരു സ്റ്റേ അടിക്കാനുള്ള സ്പോട്ട് തപ്പണം. നമ്മൾ പോണത് തോന്നണം. ഇവർ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാർഗിലിലെ വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെയിൻ സിറ്റിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്നലെ ഇവിടെ ഇരുന്ന് സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ നമ്മളെ വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണ്. നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ നിന്ന ഗുരുദ്വാരയിലല്ല നമ്മൾ നിന്നത്, അതിൻ്റെ അവിടുത്തെ റൂമിലാണ്. ഇതാ താഴെ റൂമുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ ഒരു ഇതുണ്ടായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികളാണ്, കേരളക്കാരാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു റൂം തരാൻ കുറച്ചൊരു ഇഷ്ടമില്ലാത്തൊരു പോലെ തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് എന്താ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ വന്നിട്ട് മലയാളികൾ അലമ്പാക്കിയിട്ട് പോവുകയാണ് റൂമും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് ഫ്രീ ആയിട്ടാണ് സ്റ്റേ കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം അലമ്പാക്കിയിട്ട് പോവുകയാണ്. വെള്ളടിയും സിഗരറ്റ് വലിയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ. അവർ പറയും ഇതൊരു മന്ദിരമാണ്, അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണില്ല. അപ്പോൾ അത് കാരണമാണ് തരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല, നമ്മൾ ഡ്രിങ്ക് ചെയ്യൂല, സ്മോക്ക് ചെയ്യൂല ഒക്കെ പറഞ്ഞ് അവർക്ക് അത്രയും ഉറപ്പ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ ഞാൻ നിന്നോളി പറഞ്ഞ്. നമ്മളിപ്പോൾ ഇവിടെ പൂട്ടി ഇറങ്ങിയപ്പോഴും കൂടി അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ചെക്ക് ചെയ്യുന്നു വേണ്ട, അതൊന്നും കുഴപ്പമില്ല പറഞ്ഞേ. അപ്പോൾ നമ്മൾ മലയാളികൾ എവിടെ ചെല്ലുമ്പോഴും അറ്റ്ലീസ്റ്റ് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം വായോ. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന ഏരിയ. നല്ല വൃത്തിയുണ്ട്. ഇത് 2 റോഡ് കണക്ട് ചെയ്യുന്ന ഇടയിലുള്ളൊരു വഴിയാണ്. നല്ല അടിപൊളി വൃത്തിയുള്ള ഏരിയ. ഇത്രയും വൃത്തിയുള്ള ഏരിയ ഉണ്ടാകുമ്പോൾ നമുക്ക് വേസ്റ്റ് ഇടാനും പോലും തോന്നണില്ല. നമ്മളൊക്കെ വേസ്റ്റൊക്കെ കയ്യിലിങ്ങനെ കൊണ്ടുപോവാണ് കവറിലാക്കിയിട്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ നിർത്തി. നമ്മളിപ്പോൾ ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്, ഒക്കെ സെറ്റാക്കിയിട്ട്. പിന്നെ നിങ്ങൾ കണ്ടാ ഇത് ഹനഫി മദബിലെ പള്ളിയാണ് കാർഗിലുള്ള. അത് ഇവിടുത്തെ ഗുരുദ്വാരയാണ്, എന്തൊരു സാഹിബ് ഗുരുദ്വാരയാണ്. ഇവരുടെ മതസൗഹാർദ്ദം കണ്ട പള്ളി ഗുരുദ്വാര അത്രയും അടുത്തടുത്ത് ഒരേ ബിൽഡിംഗ് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയാണ്, അത്രയും അടുത്ത്, ഒരു ഗ്യാപ്പ് പോലും ഇല്ല ഇതിൻ്റെ ഇടക്ക്. ഇവിടുത്തെ മതസൗഹാർദ്ദം. നമ്മളെ ഡ്രൈവർ ചേട്ടൻ ഇതാ വണ്ടിയൊക്കെ എടുക്കണേ. എന്ത് വാ കേരള ബിരിയാണിയാ? നമ്മളിപ്പോൾ കാർഗിൽ സിറ്റിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ലഡാക്ക് എത്തിയിട്ട് കുറച്ച് ദിവസം ആയിക്കണ്. പക്ഷെ ഇനി നമുക്ക് എത്താനുള്ള ലേക്കാണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് പിടിക്കാൻ പോണേ ലേക്കാണ്. പക്ഷെ നമ്മളത് സ്പീഡിലല്ല, നമ്മളിങ്ങനെ മെല്ലെ 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 അടിപൊളി സ്പോട്ട് കാണുമ്പോൾ, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ ഏരിയ കാണുമ്പോൾ അവിടെ സ്റ്റേ അടിക്കുക. അങ്ങനെയാണ് നമ്മളെ വൈബ്, അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കണ്. നമ്മൾ ഇറങ്ങിയിട്ടാണെങ്കിൽ കുറേ ദിവസം ആയിക്കണ്. അപ്പം ഞാൻ ഇല്ലേ എത്തട്ടെ. അപ്പോൾ നമ്മളിതാ ഇതിമുള്ള ആപ്രിക്കോട്ട്, കുറേ ആപ്രിക്കോട്ട് ഉണ്ട് ഇതിമേ. അപ്പോൾ അത് നമ്മൾ എടുക്കുകയാണ്. അപ്പോത്തിന് കയറി. ഇതായി താത്താനോട് നമ്മൾ പെർമിഷൻ ചോദിച്ചോ, എടുത്തോ പറഞ്ഞോ. അവിടെ ഇരുന്ന് തിന്നലല്ലേ കേട്ടോ കുരങ്ങന്മാരെ മാതിരി ഉണ്ട്. സാരിയാ, എടുത്തോ പറഞ്ഞോ. കവറൊക്കെ ഉണ്ടോ? ഇവിടെ ആപ്രിക്കോട്ട് പറിക്കണോ. എവിടെയും മരം കയറാൻ ഉഷാറാണ് നമ്മളല്ലേ. കുറേ ആപ്രിക്കോട്ട് ഉണ്ട് ഇതിന്. നമ്മളിതാ അപ്പുറത്തെ മരത്തുനിന്ന്
എന്താ ഇപ്പൊ എന്റെ കഥ? നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുക്കണത് കേട്ടോ. കേട്ടോ, നമ്മൾ പാപ്രിക്കോട്ടൊക്കെ പറിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അടിപൊളി വില്ലേജ് എവിടെ നിന്നാണ് കിട്ടുന്നത്, വൈബ് വില്ലേജ്, അവിടെ സ്റ്റേ അടിക്കണം. പിന്നെ നമ്മളെ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് ലാഗ് ആവുന്നുണ്ടാവും. അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അപ്ലോഡിങ്ങിന് ഇടുമ്പോൾ റേഞ്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് മര്യാദക്ക് അപ്ലോഡ് ആവണില്ല. അതാണ് അതിൻ്റെ മെയിൻ കാരണം. നമ്മൾ കുറേ ആയിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ കിലോമീറ്ററുകളോളം ഇങ്ങനത്തെ സ്ഥലത്ത് കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കണ്ട് മടുത്ത്. ഫുള്ള് മലകളാണ്, മല മാത്രമേ ഉള്ളൂ. ചില നേരത്ത് മലമൊക്കെ നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നേരത്തെ പറഞ്ഞില്ലേ തലക്കെന്തോ പോലെ ആ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ചടക്കും ചെയ്യും. പക്ഷെ എല്ലാവരും പറയണ പോലെ ലഡാക്ക് ടെറൈൻ റോഡാണ്, അങ്ങനെയൊന്നുമില്ല. നല്ല റോഡുകൾ തന്നെയാണ്, നല്ല സ്മൂത്ത് റോഡുകൾ, സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. നമുക്ക് പോകാൻ നല്ല സുഖമാണ്. നമുക്കിനി ലേക്ക് എത്താൻ 171 കിലോമീറ്ററും കൂടെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ നംക്കല പാസ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കുറേ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനുള്ള കുറച്ച് ഏരിയാസും അതേപോലെ തന്നെ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ നേരത്തെ റൈഡിന് ശേഷം ഇപ്പോൾ നമിക്കല പാസിലെത്തിയിട്ടുണ്ട്. ഒരു മരുഭൂമി പോലത്തെ ഒരു ഏരിയ കൂടി നമ്മളിപ്പോൾ വന്നു. 2 സൈഡ് മരുഭൂമി പോലെ വലിയ മണൽക്കൂനകൾ ഉണ്ടായിക്കാണ്ട് സെൻറ്ററിൽ കൂടി ഇങ്ങനെ റോഡ് പോയിട്ട് അങ്ങനത്തെ ഒരു ഏരിയ കൂടി നമ്മളിപ്പോൾ വന്നത്. അങ്ങനെ കൂടുതലൊന്നും എടുത്തിട്ടില്ല, എല്ലാതും ഒരേപോലത്തെ വീഡിയോയിലൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ പിന്നെ വല്ലാണ്ട് എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ചപ്പുറത്ത് ആർമീൻ്റെ ഒരു എന്തോ ഒരു സംഭവം ഉണ്ട്, ക്യാമ്പ് പോലത്തെ എന്തോ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഇനി വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ റൂട്ട് മാപ്പാണ്. നമ്മളിപ്പോൾ ജമ്മുന്ന് ശ്രീനഗർ വഴി, ശ്രീനഗറിൽ 5-6 ദിവസം നിന്ന് കഴിഞ്ഞ് സോനമർഗ് പോയി സോജില്ല വഴി, സോജില്ലയിലൊക്കെ തണുത്ത് മരവിച്ച് ഇങ്ങോട്ട് വന്നതാണ്. എങ്ങനെയാണ് വന്ന് നിൽക്കാൻ അറിയില്ല. ദ്രാസിലായിരുന്നു പിന്നെ നമ്മളെ സ്റ്റേ. അത് കഴിഞ്ഞ് നമ്മൾ വാർ മെമ്മോറിയൽ പോയി. കാർഗിലിരുന്ന് ഇന്നലത്തെ സ്റ്റേ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ വന്നിട്ട് നമ്മളിപ്പോൾ നമിക്കല ടോപ്പിലാണ് വന്ന് നിൽക്കുന്നത്. യു ആർ ഹിയർ. ഇനി നമ്മൾ ലാമയൂർ പോവും. നമ്മളെവിടെ സ്റ്റേ അടിക്കണമെന്ന്? ലാമയൂരാണോ? അതെ. ഓ അങ്ങനെയാണ്. നമ്മൾ എവിടെയാണോ ക്ഷീണം വരുന്നത്, ഉറങ്ങാൻ തോന്നുന്നത്, അവിടെ കിടക്കും. അതാണ്. പക്ഷെ ഇപ്പം നമ്മളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ആവണ രീതിക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ ആക്കാൻ നോക്കലുണ്ട്. കാരണം ടെൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനത്തെ ഏരിയ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇരുട്ടാവുമ്പോൾ അങ്ങനെ ഇതാക്കലുണ്ട്. അപ്പം ഇനി നമുക്ക് അവിടെ ഒരു മൊണാസ്ട്രി കാണുന്നുണ്ട്, അവിടെ ഒന്ന് പോയേക്കാം. പോകാൻ പറ്റിക്കാറില്ലേ? അല്ലേ, പോകാൻ പറ്റും തോന്നുന്നില്ല. നമ്മളിതാ ഇപ്പം എത്ര ഫീറ്റിലാണ് നിൽക്കണത് അറിയോ? അവിടെ നോക്ക്, 12,198 ഫീറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അയ്യോ കണ്ടൊക്കെ. ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലെ റോഡ് വന്നാൽ ഇങ്ങനെ ഉണ്ടാവും. അതേപോലത്തെ റൂട്ടിൽ കൂടി നമ്മൾ വന്നത്. കുറച്ചൊക്കെ എടുത്തിക്കണ്, പിന്നെ നമ്മൾ അടുത്ത് പക്ഷെ ഇവർ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണൂല. അപ്പം അതിങ്ങനെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ തല ഇങ്ങനെ ചുറ്റും തലക്കെന്തോ ഒരുമാതിരി എന്തോ ഒരു ഫീല് വരുന്നു. അപ്പം നമ്മളധികം എടുക്കാൻ നിന്നില്ല. ഇത് മൊണാസ്ട്രി ഒന്നല്ല, അത് വേറെന്തോ ആണ് തോന്നുന്നു. ജസ്റ്റ് ഫ്ലാഗ് കെട്ടിയത് തോന്നുന്നു. ഫ്ലാഗിലല്ല, അവരെന്താണ് ആ ഒരു അവരുടെ ദ്വാ അല്ലേ, അതാണ് തോന്നുന്നത്. ജസ്റ്റ് കെട്ടിയത് തോന്നുന്നു. നമുക്കിതാ ഇവിടെ ജെൻസിന് ടോയ്ലറ്റ് ഉണ്ട്, അവിടെ ലേഡീസിന് ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് നേരെ നമ്മളെ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ പറഞ്ഞ് നോക്കിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ബാത്റൂമിലൊന്നും പോയില്ല, കാരണം ബാത്റൂമിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അപ്പോൾ നമ്മളവിടെ പോയില്ല. അപ്പം നമ്മൾ നേരെ ബൈക്കിൻ്റെ അടുത്ത് പോവാണ്. എന്നിട്ട് റൈഡ് കണ്ടിന്യൂ ആക്കാണ്. ബൈക്ക് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പം എന്നിട്ട് നമ്മൾ റൈഡ് കണ്ടിന്യൂ ആക്കുക. അപ്പോൾ അത്രക്കുള്ളൂ. ഇനി നേരെ എവിടെയാണ് നിർത്താൻ അവിടെ. ഇപ്പോൾ 1 മണി ആയിട്ടുള്ളൂ, പക്ഷേ വെയിലും കാര്യങ്ങളൊന്നുമില്ല. 1 മണി ആയിട്ടുള്ളൂ, വെയിലും കാര്യങ്ങളൊന്നുമില്ല.
നല്ലൊരു പീസ്. ഇപ്പോൾ വെയിലാണെങ്കിലോ തണുപ്പുണ്ടാവുമേനോ, നല്ല സുഖം. അതുകൊണ്ട് റൈഡ് ചെയ്യുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ഐ ലവ് ബ്രോ ഉണ്ട്. ഇവിടെ നമ്മളെ വണ്ടി നിർത്തി ഇവിടെ ഒരു ഐ ലവ് ഇന്ത്യ ഉണ്ട്. അങ്ങനെ 2 ബോർഡുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്മളെ വണ്ടി ഇതാ ഓൾ സെറ്റായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മളെ വണ്ടി ഇതാ. വണ്ടീൻ്റെ കോലൊന്നും നോക്കണ്ട ഗൈസ്. വണ്ടീൻ്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ പട്ടി പിന്നാലെ ഓടി പോലെ. വണ്ടീൻ്റെ കോലൊന്നും നോക്കണ്ട, നമ്മളെ കോലം നോക്കണ്ട. ഫാൻ അടിച്ചൊരു വിധ അയക്കണ, കൈയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുന്നില്ല. അത്രയുള്ളൂ. ഞങ്ങൾ പോവാണ്. ലെറ്റ്സ് ഗോ. ലഡാക്കിൻ്റെ ഒരു മുഖച്ഛായം വന്നത്. കാരണം ആ കല്ലൊക്കെ മുകളിൽ നിന്ന് വീണ പോലത്തെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ കല്ല് വീണ ഒരു സ്ഥലമൊക്കെ എത്തിയത് ഇപ്പോൾ. നമ്മൾ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മാറി തുടങ്ങിയിരിക്കണം. ഇപ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആ സ്കൈയും ആ മൗണ്ടെയ്ൻസും പിന്നെ കുറച്ച് ഗ്രീനറി ഒക്കെ ആകുമ്പോൾ ആ ഒരു കോമ്പൗണ്ട് എല്ലാം അടിപൊളിയാണ്. ഗ്രീനറി ഇല്ലെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് ലേക്ക് കയറാനുള്ള എൻട്രി പെർമിറ്റ് എടുക്കാനുള്ളത്. വലിയ പ്രൊസീജിയർ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ക്യൂ നിന്നിട്ട് നമ്മളെ ലൈസൻസും വണ്ടി നമ്പറും പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം. അപ്പം ഇനി നമുക്ക് ലേക്ക് 60 കിലോമീറ്റർ എന്തോ ഉണ്ട്, കറക്റ്റ് അറിയില്ല, 60 തോന്നുന്നു. പക്ഷെ എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തിന് ഇരുട്ടാവും. അപ്പോൾ നമ്മൾ ഇരുട്ടാവണതിൻ്റെ മുന്നേ ലേക്ക് എത്തുന്നതിൻ്റെ മുന്നൊക്കെ ആയിട്ട് ഒരു നിമ്മു വില്ലേജിലോ അങ്ങനെ എന്തൊരു പേരുണ്ട്, അതൊന്നും അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇരുട്ടായാൽ പിന്നെ ടെൻറ്റിനുള്ള സ്പോട്ട് തപ്പാൻ പറ്റില്ല. നമ്മൾ ഈ ട്രിപ്പിൽ നമ്മളെ കൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരെ റൂം എടുക്കാണ്ട് മാക്സിമം ടെൻറ്റ് സ്റ്റേ തന്നെ നോക്കിക്കാണ്ട് പോവാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇരുട്ടാവണതിന് മുന്നേ ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് തപ്പണം പറഞ്ഞത്. നമ്മൾ ടെൻറ്റ് സ്റ്റേ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ റൂം എടുത്തിട്ടില്ല. ഇനിയും അങ്ങനെ ആവട്ടെ. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് നോക്കാം. നമ്മളിതാ ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ആളും മനുഷ്യന്മാരൊന്നും കാണില്ല. എന്തൊരു അടുത്തൊന്നും പോയേക്കാം നമുക്ക്. നല്ലൊരു അരുവിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനും ടെൻ്റ് അടിക്കാനും അടിപൊളി സ്പോട്ടാണ്. ആൾക്കാരും മനുഷ്യന്മാരെ കാണില്ല. നമ്മൾ സേഫാണോ അല്ലേ നോക്കിയിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാം. നമ്മളെ വണ്ടി ഇതാ അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ അരുവി വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതാ അരുവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മതിൽ കെട്ടി അതിൻ്റെ അപ്പുറത്താണ് അരുവി ഉള്ളത്. നല്ല ഭംഗിയുള്ളൊരു അരുവി, കണ്ട നല്ല ഭംഗിയില്ലേ? അപ്പം നമ്മൾ കുക്കിങ്ങിനുള്ള വെള്ളം എടുക്കാൻ ഇതാ ഒരാൾ പോണുണ്ട്. എങ്ങനെയൊക്കെയോ ചാടി കയറിയൊക്കെയാണ് പോണത്. അപ്പോൾ നമ്മളിവിടെ എന്താ വണ്ടി നിർത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന് മുന്നേ ക്യാമ്പ് ഫയറും ടെൻ്റൊക്കെ അടിച്ച പോലത്തെ ഒരു ഏരിയ ആയി തോന്നിയത് കൊണ്ട് നമ്മളിവിടെ നിർത്തി. നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നു.
നല്ലൊരു അടിപൊളി വൈബുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ നമുക്ക് മിസ്സായി. ടെൻ്റ് അടിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കരുത്. പക്ഷേ അവിടെ ഒട്ടും സേഫ് അല്ലാത്ത പോലെ നമുക്ക് തോന്നി. നമ്മൾ അവിടെ 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടും ഒരു മനുഷ്യന്മാരും കണ്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെ സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് നിൽക്കണ്ട വിചാരിച്ച് ഇനി നല്ലൊരു അടിപൊളി സ്ഥലം കാണുമ്പോൾ ഇനി ടെൻ്റ് അടിക്കാം. എങ്ങനെയുണ്ട് ഗൈസ് ഈ ഒരു ഫ്രെയിം, ഈ ഒരു സ്ഥലം? നല്ല ഭംഗിയില്ലേ? കിലോമീറ്ററോളം ഒരു സ്ട്രെയിറ്റ് റോഡ്, അതും 2 സൈഡിലും കണ്ട ഒരു എന്താ പറയുക, നമ്മൾ ഈ കറക്റ്റ് ഫോട്ടോയിലൊക്കെ ഉണ്ടാവണ പോലെ അങ്ങനത്തെ ഒരു എന്താ പറയുക മൗണ്ടെയ്ൻസും, പിന്നെ അതിൻ്റെ അറ്റത്ത് കുറച്ച് മഞ്ഞുമലയും കാണുന്നുണ്ട്. പക്ഷേ വീഡിയോ കൂടെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണുന്നുണ്ട്. അപ്പം നമ്മളിതാ ലേക്ക് പോണ റൂട്ടിൽ ഒരു അടിപൊളി വില്ലേജ് കണ്ട് ഒന്നും നോക്കില്ല, ഉള്ളിൽ കണ്ടെടുത്ത് ഇപ്പം നമ്മൾ ആ വില്ലേജിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേതാ വില്ലേജ്, പേരെന്താ ഒന്നും അറിയില്ല. നമ്മളൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ട് എടുത്തേക്കാണ്. അപ്പം നമ്മൾ നല്ലൊരു അടിപൊളി ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്പോട്ട് കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് ടെൻ്റ് അടിക്കാം. അങ്ങോട്ട് നോക്കി നല്ല ഭംഗിയില്ലേ? ആ ഒരു പച്ചപ്പിൻ്റെ നടുക്ക് വീടുകളും ഇവിടുത്തെ മരങ്ങൾ തന്നെ വേറെ തന്നെ ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇതിനൊരു അന്ത്യമില്ല തോന്നണേ, എവിടേക്കൊക്കെയോ പോകുന്നുണ്ട്. റോഡ് ഇങ്ങനെ കാണുന്നതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് മുകൾക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കോ അറിയില്ല. നമുക്ക് ഇതേക്കടെ നല്ല തിരിക്കല്ലേ. നമ്മളിപ്പോൾ ദാ ഈ വില്ലേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ദാ അങ്ങോട്ട് ഒരു ഇനി റോഡും വഴിയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ വണ്ടി തിരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുന്ന് പോകാൻ തോന്നണില്ല. അടുത്ത് ഒരു നല്ലൊരു അരുവി, പിന്നെ അത് മാത്രമല്ല ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്ന് നോക്കി മലൻ്റെ മുകൾക്കൊക്കെ നല്ല അടിപൊളി ഗോൾഡൻ കളറിൽ ഇങ്ങനെ വെയിലിങ്ങനെ ഉദിച്ച്, അല്ല വെയിലല്ലല്ലോ എന്താ പറയുക, നമ്മളിവിടെ എവിടെയൊരു ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് തപ്പാൻ വന്നതായിരുന്നു. പക്ഷെ ഇവിടെ ആരും ഇല്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ഹെൽമെറ്റ് ഊരാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഊരി ഷോൾ ഇടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് അപ്പം ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേറെ എവിടെ സ്പോട്ട് നോക്കാം. 15 മിനിറ്റുള്ള ഇരുട്ടാവാൻ. അപ്പോത്തിന് നമുക്ക് എവിടെ ഒരു സ്റ്റേ അടിക്കാനുള്ള സ്പോട്ട് തപ്പണം. ബൈ. അപ്പോൾ നമുക്കിവിടെ ആള് സ്പോട്ട് കാണിച്ചു തരാൻ പറഞ്ഞ് ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ ആ സ്പോട്ടിലേക്കാണ് പോണത്. നമ്മളിതാ സെയിം വീട്ടിൽ തന്നെയാണ്. നമ്മൾ ഇറങ്ങുമ്പോഴാണ് അവർ വേണ്ടി വന്നത്. അവിടെ ആളില്ലായിരുന്നു സത്യത്തിൽ. നൈസ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോണത് തോന്നണം. ആ ആ അറിയില്ല, അതിനെക്കാട്ടി അടിപൊളി സ്ഥലം ഉണ്ടാവിക്കാരൻ പോയേക്ക. ആ അത് അവിടെ കഴിച്ച് അടിച്ചാൽ മതി, ഇവിടൊക്കെ പോവും. താങ്ക് യു. ഞാൻ കാണിച്ചു. Near place here only. Sorry. Native place here. Yeah. Actually, I'm in the army. Army. Oh.
അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്റ്റേ ഇവിടെ ലഡാക്കിലെ ഏതോ ഒരു വില്ലേജിലാണ്. പേരൊന്നും കറക്റ്റ് അറിയില്ല. ഏതോ സാപ്സോ അങ്ങനത്തെ ഒരു വില്ലേജാണ്. നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചു. അപ്പോൾ ഓര് പറയാ നമ്മളും ഉണ്ട് നിങ്ങളെ കൂടെ ടെൻ്റ് അടിക്കാമെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ലഡാക്കിലെ ഏതോ ഒരു വില്ലേജിലാണ്. ഏതോ വില്ലേജ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളിവിടെ നല്ലൊരു സ്പോട്ട് കണ്ട് ഇങ്ങോട്ട് എടുത്ത് ഇവരെ ടെൻ്റ് അടിക്കട്ടെ ചോദിച്ച്. അപ്പോൾ ഒരു പറഞ്ഞ് ആ ഓക്കെ കുഴപ്പമില്ല പറഞ്ഞ്. ആദ്യം നമ്മൾ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. രണ്ടാമത് വന്നപ്പോൾ ആൾ വന്ന് ഓക്കെ പറഞ്ഞ് നമ്മൾ ടെൻ്റ് അടിക്കണത് കണ്ടിട്ട് അവർക്കും എന്താ പറയുക ടെൻ്റ് അടിക്കാനൊരു മൂഡ്. എന്നിട്ട് അവർ ഇപ്പോൾ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാണ്. ലൈറ്റ്സ് സെറ്റാക്കുക. അവരേക്കെല്ലാം ടെൻ്റ് ഉണ്ട്, നമ്മളും ടെൻ്റ് അടിക്കുക പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ മുന്നേ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നമുക്കിതാ ചായയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇത് ചായ അല്ലല്ലോ എന്ന്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം ഇവിടെ. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ഇതാണ് അടിപൊളി. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ വേണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ചൈനീസ് ഡ്രാമയിലൊക്കെ കാണൂലേ ഇങ്ങനത്തെ ഒരു ടീപ്പോയി ഒരു മജ്ലിസ് ടൈപ്പ് സിറ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ നോക്കി കറക്റ്റ് അത് തന്നെ. അങ്ങനത്തെ ഒരു ആ ഒരു കൾച്ചറാണ് ഇവരുടേത്. അപ്പം ഇനി നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. ആദ്യം ഇതിങ്ങനെ തൊളിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഇനി ടീ ബാഗ് എടുക്കുക. ഇതെന്താ കിട്ടാത്ത നമ്മൾ വർത്താനം പറഞ്ഞപ്പോൾ ചൂടായ ഇല്ലില്ല ആവുന്നുണ്ട്. ഇത് ഗ്രീൻ ടീ ആണ്. അപ്പം നമ്മൾ ടീ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാർട്ടൂണും കണ്ട് ടീ കഴിക്കും. താങ്ക് യു. നമുക്കിതാ സ്നാക്സ് കൊടുന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഡിന്നറ് ഇന്നിതാ ഇവിടെ ഈ വീട്ടിൽ ഇവരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡിന്നറിനുള്ളത് ഇവർ നമുക്ക് ചിക്കൻ്റെ കറി, ചപ്പാത്തി. അതിൽ ആ ബ്രദർ മാത്രം വെജിറ്റേറിയനാണ്. ബ്രദർ വെജാണ് കഴിക്കണത്. നമുക്ക് നോൺ വെജും തന്ന്. അപ്പം ഇനി ഇത് കഴിച്ചിട്ട് നേരെ ടെൻറ്റ് പോവുക, കിടന്നുറങ്ങുക. ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താന്ന്. ഇനി വരുന്നുണ്ടോ ഇല്ലെന്നല്ല അറിയില്ല. ഇവർ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമിലർ ടു ടിബറ്റൻ ലാംഗ്വേജിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് തീരെ മനസ്സിലാവണില്ല അത് കാരണം. ഹിന്ദി അതുപോലെ കാശ്മീരൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനസ്സിലാവും. കാരണം ഉറുദു സിമിലർ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനസ്സിലായത്. തീരെ മനസ്സിലാവണില്ല. അപ്പം നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഇത് നമുക്ക് പാർട്ടിക്കുള്ള ലൈറ്റാണ്. ഇതാ വലിയ ടെൻറ്റ്. മൂപ്പർ പറയാ പാർട്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണെന്ന്. അല്ല ഇവിടുത്തെ സാധനങ്ങൾ എടുക്കണ്ടേ നമ്മളുടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതാ ഇവരുടെ ടെൻറ്റ് സെറ്റാക്കാൻ പോവാണ്. പക്ഷെ അതിന് മാത്രമുള്ള സ്ഥലം അവിടെ ഇല്ലല്ലോ. ഇവർ ആ മരമൊക്കെ മുറിക്കുമോ? ഇവരെ കയ്യിൽ ചെറിയ ബാറ്ററി ഒക്കെ ഉണ്ട്. അല്ലാ നോക്കി നോക്കി. ഇവിടെ ഇതാ ഫ്രഷ് വാട്ടർ വരുന്നുണ്ട്. അതൊക്കെ രാവിലെ കാണിച്ചരാ. നമുക്കിപ്പോൾ പാർട്ടി മൂഡ് അല്ലേ ഷബീബ? അതാ രണ്ട് കോല്. ഇവർ നമ്മളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കുക്കിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. ക്യാബേജ് ആയിട്ടും പീസൊക്കെ ആയിട്ടും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എടുത്തോളി പറഞ്ഞേ. പീസൊക്കെ പച്ചക്ക് തിന്നുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് അറിയണത്. നമ്മൾ തിന്നു നോക്കി ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. രാവിലെ കാണിച്ചിരതും. അപ്പോൾ നമുക്ക് എടുക്കാൻ അറിയില്ല. നേരത്തെ ആൾ എടുത്ത് തന്നതായിരുന്നു. അത് മൂത്തത് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇളയത് എടുക്കണം. ഓക്കേ, ഇവിടെ കൊടുന്നു ഓൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഓക്കെ. ആളിവിടെ എവിടെ ലൈറ്റ് ഫിറ്റാക്കാൻ പോകുന്നുണ്ട്. നമുക്ക് പിന്നാലെ പോയേക്കാം. ഇങ്ങനെ മരത്ത് വെക്കലേ. ഓ ബാറ്ററി പെട്ടി. ആൾ കണക്ഷൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ടെൻറ്റ് ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് ലൈറ്റ് പോകുന്നുണ്ടല്ലോ. അപ്പോൾ
നമ്മളെ ടെൻ്റ് ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ, ഉള്ളിലൊന്നും വെച്ചിട്ടില്ല. ഹെൽമെറ്റൊക്കെ ഇവിടെ ഇതാ പുറത്തന്നെ വെച്ചിരിക്കുകയാണ്. യെസ്, ലൈറ്റ് വന്നു. നൈസ്. നമുക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയാൽ മതിയില്ലേ? പവർ ബാങ്ക്. പവർ ബാങ്ക്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങാം. ഇനി മൂപ്പരെ ടെന്റ് വിരിക്കണം. മൂപ്പരെ ടെന്റ് ഇതാ ഇവിടെ ഉണ്ട്. അതും കൂടെ വിരിച്ചിട്ട് ഇതാണ് നമ്മളുടെ എന്താണ് പേര് കിട്ടൂല, 3-4 എന്തോ തെസ് ബേബി വിളിക്കാം നമുക്ക്. ഇതാണ് തെസ് ബേബി. കുട്ടി ചിരിക്കണില്ല, കുറെ നേരം ചിരിപ്പിക്കാൻ ശ്രമിക്കണം. ഇടയ്ക്ക് എപ്പോഴും ചിരിക്കും. നോ നോ. ഇതാണ് തെസ് ബേബിയുടെ മദർ. ചിരിച്ചു 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 ചിരിച്ചു. എസ്കേപ്പ്. ഇന്നില്ല. അപ്പോ നമ്മൾ ഇന്നത്തെ ടെൻസ്റ്റ് എവിടെയാണ്, എപ്പോഴും ഉറങ്ങാൻ ഒന്നും അറിയില്ല. നമുക്ക് നേരത്തെ വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചപ്പോൾ അടിപൊളിയായി. ഒരു ക്ഷീണമില്ല, ഉറക്കം ഒന്നുമില്ല, സെറ്റ് ആയിക്കണ്. അപ്പോൾ ആൾ ചോദിച്ചു നമ്മളോട്, നിങ്ങൾ എപ്പോഴും ഉറങ്ങുക, നിങ്ങൾക്ക് ടൈമുണ്ട് ചോദിച്ചു. നമ്മൾ നോ പ്ലാൻ, ഒരു പ്ലാനും ഇല്ല, ലെറ്റ്സ് എൻജോയ് പറഞ്ഞ്. അപ്പോൾ ആൾ പറഞ്ഞ് ഓക്കെ എന്നാൽ ഞാൻ ഫയറൊക്കെ സെറ്റാക്കാൻ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നൈറ്റ് അടിപൊളി ക്യാമ്പിങ് എൻജോയ് എന്താ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാം നമുക്ക് കാണാം. ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. ഇതാ നമ്മളെ ടെൻറ്റ് ഇവിടെ സെറ്റാണ്. മൂപ്പരത്ത് അവിടെ സെറ്റാണ്. ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റാണ്. ഇതാ സ്പീക്കർ ഓൾ സെറ്റ്. ഇതൊക്കെയാണ് വൈബ്. നമ്മളിപ്പോൾ ഉള്ളത് ആപ്പിൾ തോട്ടത്തിൻ്റെ ഒരു നടുക്കാണ്. നമ്മളൊരു വില്ലേജിൽ വന്ന് ഇവിടെ ടെൻ്റ് അടിക്കട്ടെ ചോദിച്ചപ്പോൾ അവർക്കും നമ്മളെ കൂടെ കൂടി. ഇപ്പം നമ്മളെല്ലാവരും കൂടി വൈബാക്കാണ്. ക്യാമ്പ് ഫയർ ഒക്കെ, അതും വിത്ത് DJ സോങ്. ഏതാല്ലേ മൂപ്പര് വീണ്ടും കൊള്ളിയൊക്കെ കൊടുന്ന് കൊള്ളി ഇതിലേക്ക് ഇടാൻ നിൽക്കാണ്. ഇതാ ഇതിന്റെ കൊള്ളിയൊക്കെ കഴിഞ്ഞു. मैं बहुत प्रभावित हूँ एक्चुअली आपको देख के आज. हम जैसे अपनी जिंदगी को जी